ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരുടെ ജയസാധ്യതയെ ബാധിക്കും, ആര് പരാജയപ്പെടും എന്നതൊക്കെ നമുക്ക് ഈ ഘട്ടത്തിലിരുന്ന് ആധികാരികമായി പറയാൻ കഴിയില്ല. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലം പോലെ ഒരു മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഇത്ര വലിയ ഇടിവുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും. പ്രത്യേകിച്ചും ഞാൻ വസന്തനോട് പറഞ്ഞതുപോലെ 5 ലക്ഷം ഭൂരിപക്ഷം എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. ഇനി രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ പോലും അത് ഏകദേശം 4 ലക്ഷത്തിലേക്ക് വരണം. പക്ഷേ ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം വെച്ച് എങ്ങനെ കൂട്ടിയാലും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം ഭൂരിപക്ഷം 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയ്ക്കാണ്. അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് അതെന്ത് സൂചനയാണ് നൽകുന്നത്? അല്ല, നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം പറയാം. ഈ പോളിംഗ് പെർസെൻറ്റേജ് ഏതിൻ്റെയും ഒരു ഡിഫൈനിങ് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കാര്യം നോക്കൂ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗും സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗും തമ്മിൽ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. രണ്ടിനും ഒരേ ശതമാനമാണ് കിട്ടുന്നത്. ഒരു അസ്യൂം ചെയ്യും, നിങ്ങൾ 75% എന്ന് അസ്യൂം ചെയ്യും. ആ 75% പാർലമെന്റിൽ റിഫ്ലക്ട് ചെയ്യുന്നതും അത് സ്റ്റേറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നതും 2 തരത്തിലാണ്. നമ്മൾ കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അതിനു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് തന്നെ നിന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരേ പെർസെൻറ്റേജ് വോട്ട്സിൽ വന്നെങ്കിൽ പോലും റിസൾട്ട് രണ്ടും 2ആയിരുന്നു. അപ്പൊ രണ്ടും 2ആയിട്ട് തന്നെ നമ്മളതിനെ അങ്ങനെ കാണണം എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമിക പാഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൺഫ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ വസന്ത് പറഞ്ഞ ഒരു കാര്യം, അത് ഒരു പോയിന്റ് വരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? പിണറായി വിജയൻ സർക്കാരിനെതിരെ ആൾക്കാർ കുറെ പേര് വോട്ട് ചെയ്യുമോ? ചെയ്യുമായിരിക്കും. അതിനകത്ത് കോൺഗ്രസിനെതിരെ ചെയ്യുമോ? ചെയ്യും. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. വി ഡി സതീശനെതിരെ വോട്ടുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. പിണറായി വിജയനെതിരെ വോട്ടുകൾ ഉണ്ടാവുമോ? ഉണ്ടാവും. ഇത് അങ്ങനെ ഒരു വോട്ടേ ഇല്ല എന്നുള്ളൊരു വാദം ആർക്കും വെക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഡിഫൈനിങ് ഫാക്ടർ എന്തായിരിക്കും, ക്രൂഷ്യലി നമ്മളെ അഫക്ട് ചെയ്യുന്ന എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അത് കേന്ദ്രത്തിലേക്ക് വന്നാൽ, വയനാട്ടിലേക്ക് വന്നാൽ അത് ഒരു കാരണവശാലും സംസ്ഥാനത്തിന്റെ വിലയിരുത്തലാകില്ല. കാര്യം അത് സാധാരണ ഒരു സ്ഥാനാർത്ഥിയല്ല. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷോ അല്ലെങ്കിൽ വസന്തോ പറയുന്ന ഒരാൾ അവിടെ പോയി മത്സരിക്കുന്നപ്പം സംസ്ഥാനത്തെ ഒരാൾ പോയി നിൽക്കുന്നത് പോലെയല്ല അവിടെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അവിടെ നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ പ്രിയങ്ക ഗാന്ധി ആകുമ്പം അത് സംസ്ഥാനത്തിലെ കാര്യങ്ങളായിരിക്കുമോ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ചോദിച്ചാൽ ആയിരിക്കില്ല. അപ്പം അവിടുത്തെ റിസൾട്ട് വെച്ച് യഥാർത്ഥത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിൽക്കുന്ന ആന്റി ഇൻകംബൻസിയെ വിലയിരുത്തുകയാണെങ്കിൽ തെറ്റ്. അതേ സ്ഥാനത്ത് നിങ്ങൾ പറയുകയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായി ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുകയാണെന്നിരിക്കട്ടെ. ഇപ്പൊ അടുത്ത പോളിംഗ് കഴിഞ്ഞല്ലോ, അത് സംസ്ഥാനത്ത് സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയാൻ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല. അപ്പം അതാ പറഞ്ഞ പോളിംഗ് പെർസെൻറ്റേജ് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഇപ്പൊ നോക്കൂ, വസന്ത് പറഞ്ഞ എന്താണ്? വസന്ത് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനെക്കാട്ടിലും കൂടുതൽ ആർക്ക് കിട്ടും? പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. അത് കോൺഗ്രസിന്റെ വക്താവായ അദ്ദേഹം പറഞ്ഞാണ്. അദ്ദേഹം അത് ഉറപ്പായിട്ടും പറയണം. പക്ഷെ കോൺഗ്രസിന്റെ ഇന്ന് സംസ്ഥാനത്തുള്ള ഏറ്റവും മുതിർന്ന നേതാവായ വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് 2019 കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമെന്നാ. അത് മറന്നു പോകരുത്. 2019 കിട്ടിയെന്ന് വെച്ചാൽ ഈ കുറഞ്ഞുപോയ പെർസെൻറ്റേജ് വോട്ടുകൾ മൊത്തം CPIMന്റെയും BJPയുടെയും ആണെന്നും കോൺഗ്രസിന്റെ വോട്ട് അതുപോലെ അവിടെ നിൽപ്പുണ്ടെന്നും അദ്ദേഹത്തിന് എവിടുന്നാ ഡേറ്റ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്കൊന്നും ഒരു ആശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ അശക്തനാണ്. കാര്യം എൻ്റെ അങ്ങനെ ഒരു ഡേറ്റ കയ്യിലില്ല. ഡാറ്റ ഇല്ലാതെ ഞാനൊരു അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞതും ബസന്ത് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വളരെ വ്യക്തമായി കാണണം. ഇവിടെ ഇനി വയനാട്ടിലേക്ക് വരാം. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വയനാട്ടിലേക്ക് വരാം. വയനാട്ടിലെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത കൂടുണ്ട്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയൊരു അപകടം നടന്ന ശേഷമുള്ള ആ നാട്ടിന്റെ ഒരു വിലയിരുത്തലും കൂടാണ്. അപ്പൊ ആ ഒരു ഫാക്ടറും അതിനകത്ത് കടന്നു വരും, ഉറപ്പായിട്ടും വരും. അത് പോസിറ്റീവായിട്ടും വരും, നെഗറ്റീവായിട്ടും വരും, പല രീതിയിലും വരും. അത് അങ്ങനെ ഒരു മനുഷ്യ മനസ്സുകളെ അങ്ങ് വല്ലാത്ത രീതിയിൽ നമ്പിയിരിക്കുന്ന രീതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറെ പേരൊക്കെ ചിലപ്പോൾ അതിന്റെ പേരിൽ തന്നെ വലിഞ്ഞു നിൽക്കാം, പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ എല്ലാം കൂടെ എടുക്കണം എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധി ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആരെ എവിടെ നിർത്തണമെന്നത് കോൺഗ്രസിന്റെ ചോയ്സാണ്. നമ്മൾ അതിനകത്ത്
രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വരുമ്പോൾ ഒരു എതിരഭിപ്രായം പറഞ്ഞത് എന്തുകൊണ്ടാണ്? സംഘപരിവാർ ഫോഴ്സുകൾക്കെതിരെയുള്ള ഫൈറ്റിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധി ആർക്കെതിരെ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ CPM-നെതിരെ അല്ലെങ്കിൽ CPI-ക്കെതിരെ മത്സരിക്കുന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ എത്താൻ അവർ കണ്ടെത്തുന്ന വഴി, സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കാൻ അവർ കണ്ടെത്തുന്ന വഴി ഒരിക്കലും സംഘപരിവാറിനെ എതിർത്തുകൊണ്ടല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ, കഴിഞ്ഞ 2024 പല പൊളിറ്റിക്കൽ അനലിസ്റ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ഒരാളല്ല, എനിക്ക് വ്യക്തമായിട്ട് പൊളിറ്റിക്സ് ഉള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ തന്നെ 2024 തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരുന്നതിന്റെ കാരണമാണ്. അത് റോബർട്ട് വദ്ര ഫാക്ടർ വരും, റോബർട്ട് വദ്ര ഫാക്ടർ BJP ചർച്ചയാക്കും എന്നുള്ളത് കൊണ്ട് അവർ ഒഴിഞ്ഞു നിൽക്കുന്നു. അത് മാത്രമല്ല, നോക്കൂ, UP-യിൽ ഇപ്പൊ അമേഠിയിൽ അവർക്ക് മത്സരിക്കാമായിരുന്നു, അല്ലെങ്കിൽ UP-യിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് മത്സരിക്കാമായിരുന്നു. അപ്പൊ UP-യിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പോയി മത്സരിച്ചു. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അമേഠി നിൽക്കരുതോ അല്ലെ വേറൊരിടത്തിൽ നിൽക്കരുതോ എന്ന് നമ്മൾ പറഞ്ഞാൽ അമേഠി നിൽക്കണം തന്നെയായിരുന്നു എന്റെ അന്നത്തെ അഭിപ്രായം, ഇന്നത്തെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്യാതെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തേക്ക് അവർ വരുമ്പം, കോൺഗ്രസിന് അപ്പർ എഡ്ജുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പം യഥാർത്ഥത്തിൽ അവർ എന്ത് മെസ്സേജാണ് രാജ്യത്തിന് കൊടുക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായി ജയിക്കാനുള്ള സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, സംഘപരിവാർ ഫോഴ്സിനെ എതിർക്കാൻ നിങ്ങൾ ഈസിയായിട്ട് ആ സ്ഥലം നോക്കുന്നെങ്കിൽ, നിങ്ങൾ അവരുമായിട്ടൊരു ഹെഡ് ടു ഹെഡ് ഫൈറ്റിന് തയ്യാറല്ല എന്ന് ജനം വിലയിരുത്തിയാൽ എങ്ങനെയാണ്? അല്ലെ ഞാനൊരു വിമർശനം പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ എതിർക്കും? ആ ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ഞങ്ങൾ പാർലമെന്റിൽ നടത്തിക്കോളാം, ഞങ്ങൾ ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നവും കൂടെ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധിക്ക്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റിലേക്ക് പോകാൻ അദ്ദേഹം 2019 വയനാട് പ്രിഫർ ചെയ്തതുപോലെ ആ ഒരു പ്രിഫറൻസ് വയനാട് പ്രിയങ്ക ഗാന്ധിയും കൊടുക്കുമ്പം അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൂല്യച്യുതി, ദർ ഇസ് എ ഡീഗ്രഡേഷൻ ഓഫ് വാല്യൂസ്, പൊളിറ്റിക്കൽ വാല്യൂസ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്.